ദേവാമൃതം. ദേവാമൃതത്തിൽ ഇനി വാസ്തുശാസ്ത്രം. ദേവാമൃതം. വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ നമുക്ക് നിർദ്ദേശിച്ചു തരുന്നതിനും ഒപ്പം സംശയ ദൂരീകരണം ഉറപ്പുവരുത്തുന്നതിന് വാസ്തുപരമായി ഒട്ടേറെ തെറ്റിദ്ധാരണകൾ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിന് ഒരുപാട് വസ്തുതാപരമായ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരുവാനുമായി പ്രമുഖ വാസ്തു ജ്യോതിഷ ആചാര്യൻ ശ്രീ ഡെന്നിസ് ജോയ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വളരെ സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക് ഏറെ പ്രിയമുള്ള ഡെന്നിസ് ജോയ് സർ, ഞാൻ കൊല്ലത്ത് നിന്നാണ് ഈ കത്തെഴുതുന്നത്. ഇനി എൻ്റെ പ്രശ്നം പറയട്ടെ. ഞാനിവിടെ ഒരു 9 വർഷം മുൻപ് ഒരു പഴയ വീട് വിലയ്ക്ക് വാങ്ങി. ഇവിടെ താമസമായതിൽ പിന്നെ കടബാധ്യതകൾ വിട്ടൊഴിയുന്നില്ല. വീട്ടിലാണെങ്കിലും ഒരു സ്വസ്ഥതയുമില്ലാത്ത അവസ്ഥയാണ്. അസുഖങ്ങൾ മാറി മാറി വന്നുകൊണ്ടേയിരിക്കുന്നു. ഇളയ മകൻ്റെ വിവാഹവും നടക്കുന്നില്ല. എൻ്റെ വീടിൻ്റെ പ്ലാനും സ്ഥലത്തിൻ്റെ പ്ലാനും ജാതകവും ഇതോടൊപ്പം അയക്കുന്നു. വാസ്തുപരമായുള്ള ദോഷം തന്നെയാണോ എന്നറിയുവാനായി കത്തെഴുതുന്നത്. ദയവായി മറുപടി തന്ന് സഹായിക്കണം എന്ന് റോയ് കൊല്ലത്ത് നിന്നും. നമ്മൾ ഒരു വീടിന് മതിൽ കെട്ടുന്നത് വീടിന് വെളിയിൽ നിന്നുള്ള ദോഷങ്ങൾ വീടിനകത്തേക്ക് കടന്നു വരാതിരിക്കാനാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞതിൻ്റെയൊക്കെ മുൻപിലുള്ള എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീടിന് മതിൽ കെട്ടി നമ്മൾ സെപ്പറേറ്റ് ചെയ്ത ശേഷം നമ്മൾ അതിനകത്ത് വീട് പണി തുടങ്ങുകയാണെങ്കിൽ വെളിയിൽ നിന്നുള്ള നെഗറ്റീവ് ഊർജ്ജമൊന്നും വീടിനകത്തേക്ക് കടന്നു വരുന്നതിന് അത് തടസ്സമായിട്ട് നിൽക്കും. ഇപ്പം ഈ പറഞ്ഞ പോലെ കിഴക്ക് ഭാഗത്തായിട്ട് ഒരു വീടുണ്ട്. അയാളുടെ ഒരു വീടിൻ്റെ സ്ഥാനം കിഴക്ക് വടക്ക് ഭാഗത്തായിട്ടൊരു കിണർ കുഴിച്ചു. അതിൻ്റെ വടക്ക് ഭാഗത്തായിട്ടൊരു വീട്ടുകാരൻ വന്ന് താമസിച്ചാൽ അയാളുടെ കിഴക്ക് വടക്ക് ഭാഗത്തുള്ള കിണർ പുതിയ താമസക്കാരൻ്റെ തെക്കിഴക്ക് ഭാഗത്തേക്ക് മാറും. അപ്പോൾ ഇങ്ങനെയുള്ള ദോഷങ്ങളൊന്നും വരാതിരിക്കാനാണ് നമ്മൾ എല്ലാ പ്ലോട്ടുകളും സെപ്പറേറ്റ് വാസ്തു നോക്കി മതിൽ കെട്ടി സെപ്പറേറ്റ് ചെയ്യുന്നത്. ഇവർ കാർപോർച്ച് ചെയ്തപ്പോൾ അതിൻ്റെ ഈ മതിലിൻ്റെ ഒരു ഭിത്തിയിലോട്ട് ചേർത്താണ് ഇവർ ഷീറ്റിട്ട് ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഈ മതിലിലുള്ള നെഗറ്റീവ് ഊർജ്ജം കൂടി വീടിനകത്തേക്ക് കടന്നു വരുന്നതിന് അത് കാരണമായി തീരും. അതായത് എർത്താവുന്നത് പോലെയാണ്. അപ്പോൾ ഇവർക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇത് ഷീറ്റിട്ടിരിക്കുന്ന കാർപോർച്ചാണ്, ഇവർക്കത് മാറ്റിയെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ ഇവരെ ഈ ഒരു കാർ പോർച്ച് ഒന്നുകിൽ ഇതിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് മാറ്റി സ്ഥാപിക്കുകയാണെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾ മാറിക്കിട്ടും. പക്ഷേ യാതൊരു കാരണവശാലും അത് മതിലയിലോട്ട് മുട്ടാനോ മതിലയിലോട്ട് ചേർത്ത് ചെയ്യാനോ പാടില്ല. അതുപോലെ ഇതിൻ്റെ കിഴക്ക് വടക്ക് ഭാഗത്തായിട്ടൊരു ടോയ്ലറ്റ് കാണുന്നുണ്ട്. അതുപോലെ അവിടെ ഒരു സെപ്റ്റി ടാങ്കും കാണുന്നുണ്ട്. കാരണം വെച്ചാൽ കിഴക്ക് വടക്ക് ഭാഗത്ത് ടോയ്ലറ്റ് വന്നു കഴിഞ്ഞാൽ അസുഖങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കുന്നതാണ്. അത് തന്നെയല്ല, കിഴക്ക് വടക്ക് ഭാഗത്തായിട്ട് സെപ്റ്റി ടാങ്ക് കൂടെ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കാര്യമായ രീതിയിലുള്ള മാറാരോഗങ്ങളൊക്കെ വന്ന് കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോഴാകുമ്പോൾ ഇവർക്ക് ഇത് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പം ഒന്നുകിൽ ഈ ഒരു സെപ്റ്റി ടാങ്ക് കോമ്പൗണ്ടിന് പുറത്താക്കി മതിലിട്ട് സെപ്പറേറ്റ് ചെയ്യുക. അതുപോലെ കിഴക്ക് വടക്ക് ഭാഗത്തുള്ള ടോയ്ലറ്റ് പൂർണ്ണമായിട്ട് മാറ്റി, അത് പൊളിച്ച് കളയണമെന്നൊന്നുമില്ല, പക്ഷേ ടോയ്ലറ്റായിട്ട് അത് യൂസ് ചെയ്യാതിരിക്കുക. അതിനകത്തുള്ള ക്ലോസറ്റ് കാര്യങ്ങളെല്ലാം മാറ്റി വല്ല സ്റ്റോർ റൂമൊക്കെ ആക്കി എടുക്കുകയാണെങ്കിലും ദോഷങ്ങളൊന്നുമില്ല. പക്ഷേ കിഴക്കുവടക്ക് ഭാഗത്തായിട്ട് ഇതേപോലെ നിലവിൽ ഇവർ ടോയ്ലറ്റ് നിർത്തിക്കൊണ്ട് പോവുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്ത്രീകൾക്ക് നിരന്തരമായിട്ടുള്ള അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അത് തന്നെയല്ല, ഒരു വീട്ടിൽ 4 പേര് താമസിക്കുന്നുണ്ടെങ്കിൽ 4 പേർക്ക് ഒരുപോലെ അസുഖം വരണമെന്നൊന്നുമില്ല. ചിലപ്പോൾ അതിൽ 1-2 പേർക്കായിരിക്കും സ്ഥിരമായിട്ട് വരിക. പക്ഷേ ഈ പറഞ്ഞ പോലെ കുറേ നാളൊക്കെ കഴിയുമ്പോഴത്തേക്ക് ശരീരത്ത് എന്തെങ്കിലും മുഴകളൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് വരും. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ഒരു കാര്യങ്ങൾ ഇവർ പരിഹാരം കാണണം. അതുപോലെ ഇതിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഒരുപാട് സ്ഥലമായിട്ട് കാണുന്നുണ്ട്. കാരണം വെച്ചാൽ വീട് ശരിക്കും ഒരുപാട് ഈസ്റ്റ് ഭാഗത്തോട്ട് നീങ്ങി നിൽക്കുന്ന ഒരു വീടായിട്ടാണ് കാണുന്നത് വെച്ചാൽ. അപ്പം ഇവർ വാസ്തുവിൻ്റെ കറക്ഷൻ ചെയ്യുന്ന സമയത്ത് പടിഞ്ഞാറ് ഭാഗത്ത് കൃത്യമായിട്ടുള്ള അളവിൽ ഭൂമിക്കടിക്കൂടി ഒരു ബേസിക് ഫൗണ്ടേഷൻ കെട്ടി തിരിച്ചാൽ വീട് സ്ഥാനത്തായി തീരും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾ മാറിക്കിട്ടും. അതുപോലെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് നമുക്ക് ഒരുപാട് സ്ഥലം കൂടുതൽ ഏരിയ ആയിട്ട് വരികയാണെങ്കിൽ അത് നമുക്ക് പല രീതിയിൽ അത് ദോഷമായിട്ട് വരുന്നതാണ്. അപ്പം കൃത്യമായിട്ടുള്ള അളവിൽ അതിനെ മതിൽ കെട്ടി സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വിഷയം പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. അതുപോലെ ഇതിൻ്റെ ചുറ്റളവ് തെറ്റാണ്. കാരണം വെച്ചാൽ ഇതിൻ്റെ ചുറ്റളവ് ഒരു 130 സെൻറ്റിമീറ്റർ കൂടി കൂട്ടിയെടുത്താൽ 57 കോല് വരും. സിംഹയോനിയാണ്. അതുപോലെ ചതയ നക്ഷത്രമാണ്, ബാല്യമാണ്. ഉത്തമമായിട്ടുള്ള കണക്കിലേക്ക് അത് മാറിക്കിട്ടും. അതുപോലെ ഇതിൻ്റെ മെയിൻ വാതിൽ കിഴക്കുവടക്ക് ഭാഗത്ത് ഈസ്റ്റിൻ്റെ കിഴക്കുവടക്ക് ഭാഗത്തേക്ക് മാറ്റി സ്ഥാപിക്കുക. സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ സർപ്പത്തിൻ്റെ വിഷയങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട്. അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ഏതെങ്കിലും ഒരു കർമ്മിയെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അതുപോലെ നോർത്ത് വെസ്റ്റ് ഭാഗം ഇതിനകത്ത് ഛേദിച്ച് പോയിട്ടുണ്ട്. അപ്പം നോർത്ത് വെസ്റ്റ് ഭാഗം ഇതിനകത്ത് ഛേദിച്ച് പോകുമ്പം കുട്ടികളെ കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഇതിനകത്ത് താമസിക്കുന്ന അച്ഛനും അമ്മയ്ക്കും ഒക്കെ വന്നു ചേരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം ഇവർ നേരത്തെ ഒരു കാർ പോർച്ചിൻ്റെ കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇവർക്ക് വേണമെങ്കിൽ ഇതിൻ്റെ നോർത്ത് വെസ്റ്റ് ഭാഗത്തായിട്ട് ആ കാർ പോർച്ച് അത് സ്ക്വയർ ചെയ്ത ശേഷം കാർ പോർച്ചായിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അത് ഭൂമിക്കടി കൂടി ബേസിക് ഫൗണ്ടേഷൻ കെട്ടിത്തിരിച്ചാൽ കുട്ടികളെ കൊണ്ടുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമായി കിട്ടും. ഇത്രയും കാര്യങ്ങൾ മാത്രമേ എനിക്ക് ഇതിനകത്ത് വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ട് കാണുന്നുള്ളൂ. നിലവിലുള്ള കാർ പോർച്ച് എക്സ്റ്റെൻഡ് ചെയ്യാനാണെങ്കിലും
അങ്ങനെയാണെങ്കിൽ എത്രത്തോളം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്? പലപ്പോഴും ഇപ്പോൾ ആൾക്കാർ ചെയ്യുമ്പോൾ ചിലപ്പം സ്പേസ് കുറവാണെങ്കിൽ കിഴക്കുടക്ക് ഭാഗമൊക്കെ കെട്ടി അടച്ചിട്ട് നമുക്ക് ഒരിക്കലും കാർ പോർച്ച് ചെയ്യാൻ പറ്റില്ല. കാരണം ഭിത്തിയോട് ചേർത്തോ അല്ലെങ്കിൽ ആ ഭാഗം മറിച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം കാർ പോർച്ച് ഇവർ എക്സ്റ്റെൻഡ് ചെയ്ത് ഇവർക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇവർ തന്നെ ചെയ്യുന്നതിനേക്കാളും നല്ലത് എന്തായാലും ഒരു കാർ ഷെഡ് ചെയ്യാൻ അടുത്തുള്ള ഏതെങ്കിലും ഒരു വാസ്തുക്കാരെ വിളിച്ച് കാണിച്ച ശേഷം അതിൻ്റെ ഒരു സ്ഥാനം നിർണ്ണയം നടത്തി ഒരു കൃത്യമായിട്ടുള്ള ഒരു കണക്കിൽ ഇവർ ആ ഇത് പ്ലാൻ ചെയ്ത് പോവുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ദോഷമൊന്നുമില്ല. കാർ പോർച്ച് ആണെന്നുണ്ടെങ്കിലും നമുക്ക് കാർ പോർച്ച് ചെയ്യുമ്പോൾ അതിനൊരു കണക്കുണ്ട്. അല്ല കാർ പോർച്ചിന് ചുമ്മാ മോശമായ ഒരളവിൽ കാർ പോർച്ച് ചെയ്താൽ വാഹനങ്ങൾ വാഴാത്ത അവസ്ഥ പോകും, അല്ലെങ്കിൽ ചിലപ്പോൾ തട്ടുമുട്ടുകളൊക്കെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ കാർ പോർച്ച് ചെയ്യുമ്പോഴും കൃത്യമായിട്ടുള്ള ഒരു ദിശ ഇവർ കണ്ടുപിടിച്ച ശേഷം അതിനകത്ത് കൃത്യമായിട്ടുള്ള ഒരു അളവിൽ ഇവർ കാർ പോർച്ച് ചെയ്തെടുക്കാൻ നല്ലൊരു പ്രോഗ്രസ് ആ വീട് താമസിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായും ഉണ്ടാവും. വാസ്തുശാസ്ത്രത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾക്ക് ശ്രീ ഡെന്നിസ് ജോയിൽ നിന്ന് മറുപടി ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുക, പ്രശ്നപരിഹാരങ്ങൾ ഉറപ്പിക്കുക. അതുപോലെ നിങ്ങളുടെ വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾക്ക് ഞങ്ങൾക്കും എഴുതുക. എഴുതി അറിയിക്കേണ്ട വിലാസം: പ്രൊഡ്യൂസർ ദേവാമൃതം, കൗമുദി TV, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം. ദേവാമൃതത്തിന്റെ മനോഹരമായ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു പുതുമ നിറഞ്ഞ അധ്യായമായി വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം. മറക്കുന്നു നാം ഇന്നു നമ്മളെ തന്നെ, വേദാന്തമില്ലാത്ത നാൾ വഴിയിൽ അറിവിൻ്റെ ആ ദിവ്യപ്രഭയായി ചൊരിയുന്നു ഗുരുവരുളാകുന്ന ദേവാമൃതം, ഗുരുവരുളാകുന്ന ദേവാമൃതം.